ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ ഒരു വീഡിയോ പിൻ ചെയ്തിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറയാനായിട്ട് വന്നതാണ്. അത് മറ്റാരെക്കുറിച്ചുമല്ല, ജാസി ആൻഡ് ആഷി. ഓക്കെ, അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അവർ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് യൂട്യൂബേഴ്സിനോട് പറയുന്നു, ഭർത്താവിന് നന്നായി നോക്കണം, ഞാൻ ഭർത്താവിന് ബദാം കൊടുക്കുന്നുണ്ട്, ഭർത്താവിന് കാഷ്നട്ട് കൊടുക്കുന്നുണ്ട്, ഭർത്താവിന് തേൻ കൊടുക്കുന്നുണ്ട്, നല്ല നല്ല ഫുഡുകളാണ് കൊടുക്കുന്നത്, അദ്ദേഹം ഭർത്താവിനെ അങ്ങനെ നോക്കണമല്ലോ, ജോലി ചെയ്തിട്ട് വരുന്നതല്ലേ എന്നൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്ത് പറയാനാ, രണ്ട് പുരുഷന്മാരുടെ കോട്ടായങ്ങളായിട്ടേ എനിക്ക് തോന്നുള്ളൂ, സമൂഹത്തിൽ വന്നിറങ്ങി കാണിക്കുന്ന കോട്ടായങ്ങളായിട്ട് എനിക്ക് തോന്നുള്ളൂ. അല്ല, ജാസി ആശയെ നോക്കിയിട്ട് ഭർത്താവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇനി ഇവൻ പെണ്ണായോ? ഇവൻ പെണ്ണായില്ലല്ലോ, ഇവൻ എപ്പോഴും ആണ് തന്നെയാണല്ലോ. അതല്ലേ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഭർത്താവ് എന്ന് പറയുമ്പോൾ പുരുഷന്മാർ തമ്മിൽ കല്യാണം കഴിച്ച് അത്തരത്തിലുള്ള ഭാര്യ ഭർത്താവാണ്, അല്ലാതെ പെണ്ണ് എന്ന് പറയാനുള്ള ഒന്നും അവരില്ല. അത് വേറെ സത്യം. ഇപ്പോഴും അവരുടെ ഒരു രീതി വേറെ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ, അതൊന്നും നമുക്ക് നോക്കേണ്ട കാലം അവർ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. പക്ഷെ ഈ സമൂഹത്തിൽ വന്നെന്ന് ഇങ്ങനെ പറയുന്ന പ്രസ്താവനകൾ, മറ്റുള്ള സ്ത്രീകളെ വിഡ്ഢികളാക്കി കാണിക്കുന്ന കോട്ടായങ്ങൾ കാണുമ്പോഴും പ്രതികരിക്കാതിരിക്കാൻ വയ്യ ഗായ്സ്. പിന്നെ അവൻ ജോലി ചെയ്തു കൊണ്ടുവരുന്നു ഭർത്താവ്. അവന് ഈ ആശി എന്ന് പറയുന്നവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇവന്റെ പുറകെ നടന്ന് ഇവന്റെ കോട്ടായങ്ങൾക്ക് ഇങ്ങനെ വലിയ മുഖവും കാണിച്ച്, വലിയ ഏതൊക്കെ വേട്ടാവളിയന്മാരിടുന്ന ഡ്രസ്സും ഷോയും കാണിച്ച് ഇങ്ങനെ നിന്ന് ഇവനൊപ്പം തുള്ളിക്കൊടുക്കുന്ന ജോലിയാണോ ഈ ആഷി എന്ന് പറയുന്നവൻ ചെയ്യുന്നത്? അതാണോ അജാസി നീ ജോലിയായിട്ട് കണ്ടത്? പറയടാ, നീ അതാണോ അവൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്? അവന് വിയർപ്പിന്റെ രോഗമുള്ളത് കൊണ്ടാണ് നിന്റെ പുറകെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നടന്ന് അധ്വാനിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ ജാസി എന്ന നീ. മനസ്സിലായ? ആഷിക്ക് ജാസി എന്ന നീ. അല്ലാതെ അവൻ എന്ത് ജോലിയാണ്? ഒരു പുരുഷൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്നവനൊക്കെ എന്തെങ്കിലും ഒരു ജോലി അവൻ ചെയ്യുന്നുണ്ടോ? നിന്റെ വിഡ്ഢിത്തരങ്ങൾക്ക്, നിന്റെ കോട്ടായങ്ങൾക്കും പുറകെ ഒരു കൊട പിടിച്ചൊരുത്ത് നടക്കുന്ന രീതിയിലല്ലേ അവൻ കടന്ന് കാണിക്കുന്നത്. അവന് ഭർത്താവ്, എൻ്റെ ഭർത്താവ്. നിനക്ക് ഇങ്ങനെയൊക്കെ മെസ്സേജ് കൊടുക്കാൻ തന്നെ നാണമില്ലേ ജാസ്തി? സമൂഹത്തിൽ വന്ന് ഇറങ്ങി നിന്നിട്ട് നീ ആദ്യം ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്, നീ ആദ്യം പോയൊരു സ്ത്രീ, ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ആവാൻ നോക്ക്, ട്രാൻസ് വുമൺ ആവാൻ നോക്ക്, എന്നിട്ട് നീ സംസാരിക്കും. ഇപ്പോഴും അവിടെ ഉള്ളത് പുരുഷന്റെ തന്നെയല്ലേ, സ്ത്രീയുടെ ഒന്നും അല്ലല്ലോ. ഇപ്പോഴും നീ തൂക്കിക്കൊണ്ട് നടക്കുന്ന ആ സാധനം സ്ത്രീയുടെ തന്നെയാണല്ലോ, സ്ത്രീയുടെ അല്ലല്ലോ, പുരുഷന്റെ തന്നെയല്ലേ. അപ്പൊ പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് നീ ഭർത്താവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ എന്തിനാ? അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനത്തെ ആൾക്കാരായിട്ട് ജീവിക്കണം, രണ്ട് പുരുഷന്മാരായിട്ട് ജീവിക്കുന്നതായിട്ട് കാണിക്കണം. ഇത് സ്ത്രീ എന്ന് പറഞ്ഞ് നീ സ്ത്രീകളുടെ വേഷം കെട്ടി നടന്നിട്ട് മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കോട്ടായങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കും. നിന്നെയൊക്കെ അംഗീകരിക്കാൻ കുറെ വേട്ടാവളിയന്മാരുണ്ട് ഈ സമൂഹത്ത്. നിന്നെയൊക്കെ ഈ കണ്ട പ്ലാറ്റ്ഫോമിലൊക്കെ വിളിച്ച് ഇങ്ങനത്തെ ഇനാഗ്രേഷനും ഉദ്ഘാടനവും ഒക്കെ ചെയ്യിപ്പിക്കാൻ നിന്നെ പോലെ തന്നെ വിവരമില്ലാത്ത കുറെ വേട്ടാവളിയന്മാരുണ്ട്. ആ വേട്ടാവളിയന്മാരെ നിന്നെ അംഗീകരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സമൂഹത്തിലെ ഇത്തിരിയെങ്കിലും ബുദ്ധിയുള്ളവരൊന്നും നിന്നെ അംഗീകരിക്കത്തില്ലടാ. കാരണം നീ 35 വർഷം മിനിമം നിന്റെ വയസ്സ് വെച്ച് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം നീ ഒരു 35 വയസ്സ് അപ്പുറത്തേക്ക് വന്നൊരു പുരുഷനാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുവരെ നീ ഒരു പുരുഷനായിട്ട് ജീവിച്ചതാ. നീ എന്ന് മുതലാണ് ഈ സ്ത്രീവേഷം കെട്ടി ഇറങ്ങിയത്? 2025 പകുതിക്ക് വെച്ചിട്ടാണ് നീ ഈ വേഷവും ധരിച്ച് കേരളത്തിലേക്ക് വന്ന് ഇത്തരം കോട്ടായങ്ങൾ കാണിച്ച് ഇങ്ങനെ സമൂഹത്തിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം നിന്റെ കൂടെ വേറൊരു പുരുഷനെയും കൂടെ കൂട്ടിയിട്ട് നീ ഇത്തരം കോട്ടായത്തങ്ങൾ സമൂഹത്തിൽ നിന്ന് കാണിച്ചിട്ട് നീ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ് നീ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാണ്, നീ വെറുതെ ഈ വേഷം കെട്ടലൊക്കെ മാറ്റിയിട്ട് നീ ഒരു ട്രാൻസ് വുമൺ ആവും. ദാറ്റ് മീൻസ് നീ സർജറി ചെയ്യും. നീ ബോട്ടം സർജറി, അതായത് നിന്റെ താഴെയുള്ള ആ സാധനം എടുത്ത് കളഞ്ഞിട്ട് സ്ത്രീകളുടെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്ത് ഒരു ട്രാൻസ് വുമൺ ആവും. അത് പറഞ്ഞ് മറ്റുള്ള ട്രാൻസ് വുമണൊക്കെ അവരെ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്, അന്തസ്സായിട്ട്. നിന്നെയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തേ ഇല്ല. നീ ഇപ്പോഴും പുരുഷൻ ഹോർമോൺ വെച്ച് ഒരു പുരുഷനുമായിട്ട് ജീവിക്കുന്ന നിന്നെ എങ്ങനെ ഞങ്ങൾ ട്രാൻസ് വുമണായിട്ട് കാണും? പറ. അല്ലെങ്കിൽ നീ ജനിച്ചപ്പോഴേ ട്രാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണിച്ച് ജീവിക്കണം. നീ അങ്ങനെയല്ലല്ലോ ചെയ്തത്. നീ പകുതി വരെ പുരുഷനായിട്ട് ജീവിച്ചിട്ട് ഇപ്പൊ ഈ ഒരു 2 വർഷം കൊണ്ട് നീ ഈ കേരളത്തിൽ വന്നിട്ട് ഇത്തരം കോട്ടായങ്ങൾ കാണിക്കുന്നു. പിന്നെ നിനക്ക് ബദാമും തേനും അതൊക്കെ കൊടുത്ത് ഇവനെ നിർത്തണം. കാരണം നിന്റെ കൂടെ വേറെ ആരും വരത്തില്ല. അപ്പൊ ഇവനേ ഉള്ളൂ, ഈ വേട്ടാവളിയൻ ആശയെ ഉള്ളൂ നിന്റെ കൂടെ നടക്കാൻ. വേറെ ആരും, ഒരു ട്രാൻസ്മാൻ പോലും നിന്റെ കൂടെ നിന്റെ വേഷം കെട്ടലിന് കൊട പിടിക്കാനൊന്നും പറ്റില്ല. കൂടെ വന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യാനോ അല്ല, നിന്റെ കൂടെ സ്ഥിരമായിട്ട് ഒരുത്തം നിൽക്കത്തില്ല. അതിന് ഈ വേട്ടാവളിയൻ ആശയെ കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് നീ അങ്ങനെ പറ കേട്ടോ.
അല്ലാതെ സ്ത്രീകൾ അങ്ങനെ അത് വേണ്ട കേട്ടോ, അത് വേണ്ട. അത് നീ പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ പ്രതികരിക്കും. ഓക്കെ, അതുകൊണ്ട് അത്തരം ഡയലോഗുകൾ മാറ്റിയിട്ട് നീ നിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം തെളിയിച്ച് വാ. വേറൊരാൾ കിടക്കുന്നുണ്ട് നയൻതാര എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ പിന്നീട് തരാം കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഒരു നയൻതാരയുണ്ട്, ഒരു ശോഭനയുണ്ട്, അത് ഞാൻ അവർ രണ്ടുപേരെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഗൈസ്. അപ്പം ജാസി, ഇത് നീ കാണുന്നുണ്ടെങ്കിൽ നിന്റെ ഈ വേഷം കെട്ടിൽ മാറ്റി നീ രണ്ടെണ്ണം പുരുഷന്മാരായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കഥകൾ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, അല്ല മറ്റുള്ള കോട്ടായത്തങ്ങളൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഗൈസ്, ഞാൻ ഇത് പറയാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. ബൈ, താങ്ക് യു. ഇനി ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.